ഒന്നെല്ലാരും ശ്രദ്ധിച്ച് ഈ മരണ വീട്ടിലുമാണ് സ്തോത്രം പറയാതിരിക്കാൻ പറ്റൂ. ഒരു മരണ വീട്ടിൽ നമ്മളുള്ള സത്യം പറഞ്ഞാൽ നമ്മളെ പൊതുയോഗം കൂടൂല. കഴിഞ്ഞ് കഴിയുമ്പോ കൂടുവച്ച കല്യാണ വേദി പറഞ്ഞാലോ വീട്ടുകാരും സഭക്കാരും വെറുതെ വിടും. അതുകൊണ്ട് ദൈവത്തോട് അങ്ങ് അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ട് എന്ത് ചെയ്യാ, പല നല്ല കാര്യം ഒന്ന് പറയും. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആൾക്കാരെ കൊണ്ട് ദോഷം പറയിപ്പിക്കും. നമുക്കും പ്രാഗൽഭ്യത്തോടെ അതിന്റെ മുന്നിൽ നിന്നിട്ട് പറയാം, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ആരുടെയും ബോഡിയുടെ മുന്നിൽ നിന്ന് പറയാൻ ഇടയാകാതിരിക്കട്ടെ എന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ ഇരിക്കുന്ന സഭയിലൊന്നും അങ്ങനെ ഉണ്ടാകുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് സംഭവിച്ചു. നിന്നല്ലേ പറ്റൂ ജോമോനെ, നിന്നല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞതിന്റെ കാരണം ദൈവദാസന്മാർ പ്രാഗൽഭ്യത്തോടുകൂടെ ആമൻ നമ്മുടെ മുന്നിൽ നിന്ന് ആമൻ നിറഞ്ഞ മനസ്സോടെ പറയാൻ കഴിയണം. ഈ ആന്റി, ഈ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ, ഞാൻ പറയുന്ന മരിക്കുന്നതിന് മുന്നേ തന്നെ പറയാം അല്ലേ ജോസഫ്? ജീവിച്ചിരിക്കുമ്പോ അവരുടെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ അവർക്കൊരു 10 ദിവസം കൂടി ആയുസ് നീട്ടി കിട്ടുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ബോഡിയുടെ മുന്നിൽ എന്ത് പറഞ്ഞാലും ആ പോയ ആൾ അറിയും. അതുകൊണ്ട് മത്തായിച്ച, അതുകൊണ്ട് ദയവേട്ട, ഞാൻ പേര് വിളിക്കുന്ന നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. വിളിച്ചു പറയുമ്പോ ഒരു സുഖം കിട്ടും അല്ലേ? ആമേൻ. ഇന്ന ആളെ കുറിച്ച് ആമേൻ, എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. ദൈവസഭയ്ക്ക് അദ്ദേഹം എന്തായിരുന്നു? ഒരു മുതലായിരുന്നു. ദൈവ മക്കൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്തായിരുന്നു? ഒരു അനുഗ്രഹമായിരുന്നു. ആമേൻ. ദൈവരാജ്യത്തിന് അദ്ദേഹം ഒരു അനുഗ്രഹമായിരുന്നു. ചില ഈ വിഭാഗ വേദിയിലൊക്കെ നമ്മൾ ചെറുക്കനെയും പെണ്ണിനെയും ഒക്കെ പൊക്കി പറയുമ്പോൾ അവര് തന്നെ അതിശയിക്കും, ഇത് എന്നെ കുറിച്ചാണോ? മാസത്തിൽ ചിലപ്പോ 1-2 ആഴ്ചയായിരിക്കും ആരാധനയ്ക്ക് വരുന്നത്. ആണ്ടിലും ചങ്കരാന്തിയിലും ആയിരിക്കും ആളെന്ത് വരുന്ന. പക്ഷെ നമ്മളെന്താ പറയുന്നത്? ഈ സഹോദരൻ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു മുതലായിരുന്നു, മുതൽക്കൂട്ടായിരുന്നു, ആളൊരു സംഭവമായിരുന്നു നമ്മളൊക്കെ പറയും. അപ്പൊ അവര് ഇത് നമ്മുടെ വാസ്തവനല്ലേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആമൻ ദൈവമക്കളെ, ആമൻ ദൈവസഭയ്ക്ക് നമ്മൾ ആശ്വാസവും അനുഗ്രഹമുള്ളവരായി. നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും എന്നെ പിടിക്കത്തൊന്നുമില്ല, ഞാൻ കുറച്ച് 50 കൊല്ലം കൂടി ഇവിടെ, ഒരു 50 കൊല്ലം, അപ്പൊ തന്നെ ഷായിപ്പാസ് ഇവിടെ ഉണ്ടാകത്തില്ല, പുള്ളി വേറെ ഏതെങ്കിലും സഭയിലായിരിക്കും. നോ, ഈ പറയുന്ന ഞാനാണെങ്കിലും നമ്മളിൽ ആരാണെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ആമേ, മറ്റുള്ളവർക്ക് ആശ്വാസമാകണോ, മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം ഒരു അനുഗ്രഹമാകണോ, മറ്റുള്ളവർക്ക് നമ്മൾ തണുപ്പായിരിക്കണോ, വിശ്വസ്തരായിരിക്കണം. അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. താഴ്മയുള്ളവരെ അവൻ എന്ത് ചെയ്യുന്നു? വായിച്ചോനെ, നോയികെ, താഴ്മയുള്ളവരെ അവൻ ഉയർത്തുന്നു, നോയികെ. സ്തോത്രം. അത് പിന്നെ പറയണ്ട. ആമേ, താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുവാനിടയായി. ആമേ, നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധാനത്തിലാണ്. ആമൻ. ഒരുപാട് കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറയുവാനുണ്ടെങ്കിലും ഞാനിവിടെ ആമൻ സമയബന്ധിതമായി ഇവിടെ നിർത്തുക. പ്രിയമുള്ള ദൈവമക്കളെ, ആമൻ, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അതിനൊക്കെയും പേർ വിളിക്കുന്നു. ആകാശമണ്ഡലങ്ങളിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആമേ, വലിപ്പമുള്ളതുണ്ട്, വലിപ്പം കുറഞ്ഞതുണ്ട്. ഇതിനെയെല്ലാം താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിന്റെ വലിയ കാര്യം. ആമേ, നമ്മൾ കണ്ടതും ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടുമിരിക്കുന്നതായ ആമേ, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് നക്ഷത്രങ്ങളുടെ പേരുകൾ വിളിക്കുന്ന ആ വലിയവനാകുന്ന ദൈവം, ആമേ, സ്തോത്ര. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു എന്ന് പറഞ്ഞാൽ, ആമൻ, നമ്മുടെ ദൈവം ആമൻ ശക്തിയേറിയവനും വലിയവനാണെങ്കിലും
ആമേൻ, നമ്മെ പോലെയുള്ള സാധാരണക്കാരെ പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവം, ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടത് ചെയ്തു തരുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ട വഴികൾ തുറക്കുന്ന ഒരു ദൈവം, നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവം, നമ്മെ ആദരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.